ഹായ് നമസ്കാരം. ജീവിതത്തിൽ ഒറ്റയ്ക്ക് പൊരുതുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളെ തകർക്കാനാവാത്ത ഒരു ശക്തിയാക്കി മാറ്റുന്ന 8 ശീലങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. വരൂ, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്കാണോ നേരിടുന്നത്? ചുറ്റും ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവാം, കൂട്ടുകാരെ, കുടുംബക്കാര്. പക്ഷേ ശരിക്കും ആ പോരാട്ടം അത് നിങ്ങളുടേത് മാത്രമാണല്ലേ? ചിലപ്പോ രാത്രിയുടെ നിശബ്ദതയിൽ നിങ്ങളുടെ ചിന്തകളും ആരും കാണാതെ ഒഴുക്കുന്ന കണ്ണുനീരും ആരോടും പറയാൻ പറ്റാത്ത സങ്കടങ്ങളുമായി നിങ്ങൾ തനിച്ചായിരിക്കും. ആ സമയത്ത് ശരിക്കും തോന്നിപ്പോകും, ഈ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്ന്. പക്ഷേ സത്യം അതല്ല. ഒറ്റയ്ക്ക് പോരാടുന്നത് ഒരു ബലഹീനതയല്ല, അതൊരു വലിയ ശക്തിയാണ്. നമ്മൾ ചരിത്രമൊന്ന് നോക്കിയാൽ മതി. ഈ ലോകത്തെ മാറ്റിമറിച്ച വലിയ മനുഷ്യരൊക്കെ അവരുടെ യാത്രയിൽ ഒരുപാട് ദൂരം ഒറ്റയ്ക്കായിരുന്നു സഞ്ചരിച്ചത്. അപ്പോ എങ്ങനെയാണ് ആ ശക്തി നേടിയെടുക്കുക? അതിന് സഹായിക്കുന്ന 8 ശീലങ്ങൾ. നിങ്ങളെ മാനസികമായും ശാരീരികമായും ഒരുപോലെ കരുത്തരാക്കുന്ന 8 ശീലങ്ങളെക്കുറിച്ചാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണ്, അതായത് മാനസികമായ അടിത്തറ ഉറപ്പിക്കുന്ന കാര്യത്തിൽ. കാരണം ഏതൊരു യുദ്ധവും തുടങ്ങുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണല്ലോ. ഒന്നാമത്തെ ശീലം വൈകാരികമായ സ്വാശ്രയത്വം. അതായത് നിങ്ങളുടെ സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും റിമോട്ട് കൺട്രോള് മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാതിരിക്കുക. ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ സന്തോഷിക്കുക, ചീത്ത പറഞ്ഞാൽ സങ്കടപ്പെടുക. ആ ഒരവസ്ഥ മാറ്റണം. നിങ്ങളുടെ സന്തോഷത്തിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമാണ്. രണ്ടാമത്തെ ശീലം നിശബ്ദതയെ ഒരു ആയുധമായി ഉപയോഗിക്കുക എന്നതാണ്. ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരോടും വിളിച്ചു പറഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് അവർക്ക് നിങ്ങളെ തടയാനുള്ള ഒരു അവസരം കൊടുക്കുന്നതുപോലെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പദ്ധതികളും പോരാട്ടങ്ങളും കഴിയുന്നതും നിങ്ങളിൽ തന്നെ സൂക്ഷിക്കുക. എപ്പോഴും ഓർക്കുക, നമ്മുടെ ഊർജം വെറുതെ സംസാരിച്ചു കളയേണ്ട ഒന്നല്ല, അത് പ്രവർത്തിക്കാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ കഠിനാധ്വാനം നിശബ്ദമായിരിക്കട്ടെ. നിങ്ങളുടെ വിജയം തന്നെ ലോകത്തോട് ഉറക്കെ സംസാരിച്ചോളും. അഞ്ചാമത്തെ ശീലം ഏകാന്തതയെ ആസ്വദിക്കാൻ പഠിക്കുക എന്നതാണ്. ഒറ്റയ്ക്കിരിക്കുന്നതിനെ ഒരു ഭയമായി കാണരുത്. ആ സമയത്താണ് ശരിക്കും നമ്മൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ ഉള്ളിലെ ശബ്ദം കേൾക്കാൻ പറ്റുന്നത്, പുതിയ ആശയങ്ങൾ വരുന്നത്. അപ്പോൾ ഏകാന്തതയെ പേടിക്കുകയല്ല, അതിനെ ആഘോഷിക്കുകയാണ് വേണ്ടത്. ഓക്കേ, അപ്പം നമ്മുടെ മാനസികമായ അടിത്തറ നമ്മൾ ഉറപ്പിച്ചു. ഇനി അടുത്തത് ഈ ശക്തിയെ എങ്ങനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാമെന്നതാണ്. നമ്മളെ മുന്നോട്ട് നയിക്കുന്ന അടുത്ത ചില ശീലങ്ങൾ നോക്കാം. മൂന്നാമത്തെ ശീലം വികാരങ്ങൾക്ക് മുകളിൽ അച്ചടക്കം കൊണ്ടുവരിക. നമുക്കെല്ലാവർക്കും ചില ദിവസങ്ങളിൽ ഒരു മോഡുണ്ടാവില്ല. വയ്യ, ഇന്നൊന്നും ചെയ്യാൻ തോന്നുന്നില്ല എന്നൊക്കെ തോന്നും. പക്ഷെ ആ സമയത്തും നമ്മുടെ ലക്ഷ്യമോർത്ത് അത് ചെയ്യുക. അതാണ് അച്ചടക്കം. ഒറ്റയ്ക്ക് പോരാടുന്ന ഒരാൾക്ക് അവരെ മുന്നോട്ട് തള്ളാൻ വേറെ ആരും കാണില്ല. അപ്പോൾ അച്ചടക്കം തന്നെയായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. ആറാമത്തെ ശീലം ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പറ്റില്ല എന്ന് പറയാൻ പഠിക്കുക. നമ്മുടെ സമയവും ഊർജവും കളയുന്ന കാര്യങ്ങളോട്, നമ്മുടെ ലക്ഷ്യത്തിന് ഒരു ഗുണവും ചെയ്യാത്ത കാര്യങ്ങളോട് മുഖത്തു നോക്കി ഇല്ല, പറ്റില്ല എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം. ഓർക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വളർച്ചയോട് അതേ എന്ന് പറയുന്നതിന് തുല്യമാണ്. ഏഴാമത്തെ ശീലം ശാരീരികമായ കരുത്ത് നേടുക. കാരണം വളരെ സിമ്പിളാണ്. ക്ഷീണിച്ചൊരു ശരീരത്തിനുള്ളിൽ ശക്തമായൊരു മനസ്സിന് അധികകാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിങ്ങളുടെ ശരീരം ഒരു ക്ഷേത്രം പോലെയാണ്, അതേസമയം യുദ്ധത്തിനുള്ളൊരു ആയുധം കൂടിയാണ്. അപ്പോ എങ്ങനെയാണ് ശരീരത്തെ ഒരു ആയുധമാക്കുക? ദിവസവും വ്യായാമം ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക. ഇതൊക്കെ വളരെ പ്രധാനമാണ്. കാരണം ജീവിതത്തിലെ ഏതു വലിയ യുദ്ധം നേരിടാനും നമുക്ക് ആരോഗ്യമുള്ളൊരു ശരീരം വേണം. ശരി, അപ്പോ പ്രവൃത്തിയിലൂടെ നമ്മൾ കുറച്ചുകൂടി ശക്തരായി. ഇനി നമുക്ക് ചുറ്റും ആർക്കും തകർക്കാൻ പറ്റാത്തൊരു കോട്ട പണിയണം. നമ്മുടെ സുരക്ഷയും വളർച്ചയും ഉറപ്പാക്കുന്ന അവസാനത്തെ ശീലങ്ങളിലേക്ക് കടക്കാം. ഇനി നാലാമത്തെ ശീലം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക. ഇതൊരു പക്ഷെ കേൾക്കാൻ അത്ര സുഖമുള്ള കാര്യമായിരിക്കില്ല, പക്ഷെ സത്യമാണ്. കയ്യിൽ പണമില്ലെങ്കിൽ സമൂഹം അത്ര വില തരില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് പൊരുതുന്ന ഒരാൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഒരു കവചം പോലെയാണ്. അത് നിങ്ങളെ ആരുടെയും മുന്നിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ നിന്ന് രക്ഷിക്കും. ഇനി നമ്മുടെ എട്ടാമത്തെയും അവസാനത്തെയും ശീലം. അത് നിരന്തരമായ പഠനമാണ്. ലോകം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളും മാറണം, പുതിയ കാര്യങ്ങൾ പഠിക്കണം, പുസ്തകങ്ങൾ വായിക്കുക, പുതിയ കഴിവുകൾ നേടുക. കാരണം ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടാലും അറിവ്, അത് നമ്മളിൽ നിന്ന് ആർക്കും മോഷ്ടിക്കാൻ പറ്റാത്ത ഒരേയൊരു സ്വത്താണ്. അപ്പോൾ ഈ 8 ശീലങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. ഇനി ഇതിൻ്റെയെല്ലാം അവസാനം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. എങ്ങനെയാണ് നിങ്ങൾ തകർക്കാനാവാത്ത ഒരാളായി മാറുന്നത്? ഒരു കാര്യം ഉറപ്പാണ്, ഈ പറഞ്ഞ ശീലങ്ങളൊന്നും ഒറ്റ രാത്രി കൊണ്ട് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല.
ഇതിനൊരുപാട് ക്ഷമയും കഠിനാധ്വാനവും വേണം. പക്ഷെ ഒന്നോർക്കുക, എളുപ്പമുള്ള വഴികളിലൂടെ നടന്നുപോയിട്ട് ആരും ഇന്നേ വരെ ചരിത്രം സൃഷ്ടിച്ചിട്ടില്ല. ഈയൊരു കാര്യം എപ്പോഴും മനസ്സിൽ വയ്ക്കുക. ചുറ്റികയുടെ അടി കൊള്ളാതെ ഒരു കഷ്ണം ഇരുമ്പും മൂർച്ചയുള്ള വാളായി മാറില്ല. അതുപോലെയാണ് നമ്മളും. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ പ്രയാസവും ഓരോ അടിയും നിങ്ങളെ കൂടുതൽ ശക്തരാക്കുകയാണ്, കൂടുതൽ മൂർച്ചയുള്ളവരാക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആ ഒറ്റപ്പെടൽ, ആ വേദന, ആ അവഗണന, അതൊന്നും വെറുതെയാണെന്ന് കരുതരുത്. ഇതെല്ലാം നിങ്ങളെ മഹത്തായ എന്തിനോ വേണ്ടിയാണ് ഒരുക്കുന്നത്. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്: ഈ 8 ശീലങ്ങളിൽ ഏതൊന്നാണ് നിങ്ങൾ നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത്? ഓർക്കുക, ഈ യുദ്ധം നിങ്ങളുടേത് മാത്രമാണ്. വിജയിക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. ഒറ്റയ്ക്ക് പൊരുതുക, തലയുയർത്തി നിൽക്കുക.